വെൽക്കം ബാക്ക് ടു ലലൂസ് കിച്ചൺ. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ടീ ആണ് കേട്ടോ. ഓറഞ്ച് ഫ്ലേവറിൽ ഒരു ടീ ഉണ്ടാക്കാം. നമ്മൾ സാധാരണ കട്ടച്ചായയും സുലൈമാനിയൊക്കെ ഉണ്ടാക്കാറില്ലേ, പക്ഷേ അതിൽ നമ്മളൊരു ഓറഞ്ച് ഫ്ലേവർ ചേർക്കുന്നത് മാത്രം. പക്ഷേ അപ്പാര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിൽ വാങ്ങുന്ന സാധാരണ ഓറഞ്ച് എടുക്കാം, അതിൻ്റെ തൊലിയും ഓറഞ്ചും സെപ്പറേറ്റ് ആക്കി എടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ തൊലി ഉപയോഗിച്ചാണ് നമ്മൾ ടീ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഒരു ചെറിയ പാത്രം വെച്ചിട്ട് നമ്മൾ ഓറഞ്ചിൻ്റെ തോല് ഇതിലിട്ടിട്ട് ചൂടാക്കണം. ഈ പാത്രം ഇതിൽ കറക്റ്റായിട്ട് ഇരിക്കുന്നില്ല, അതുകൊണ്ട് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്. എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ എടുക്കുമ്പോൾ കുറച്ച് വലിയ പാത്രം എടുത്തു. അപ്പോൾ ഓറഞ്ചിൻ്റെ തോല് നമ്മൾ വെച്ചിട്ട് ഇതിൽ നമുക്ക് ഇനി കുറച്ച് ചായല, അതായത് നമ്മൾ എത്ര ചായ വെക്കണോ അതിനനുസരിച്ചുള്ള ചായല, നമുക്കറിയാമല്ലോ നമ്മൾ ചായ വെക്കുന്ന ആൾക്കാരല്ലേ, അപ്പോൾ അതിനനുസരിച്ചുള്ള ചായ ഇട്ടാൽ മതി. ഏത് ചായലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ നമ്മളെ ചായയിലിട്ടിട്ട് ഇതൊന്ന് ജസ്റ്റ് ചൂടാക്കി എടുക്കുന്നുണ്ട്. കരിഞ്ഞൊന്നും കിട്ടണം കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയാൽ മതി. അതിൽ നിന്ന് ഇങ്ങനെ പുക വരുമ്പോൾ തന്നെ ഓഫ് ചെയ്തോ, ആ ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ടാൽ മതി. ഇനി നമുക്ക് ചായ വെക്കാനുള്ള വെള്ളം അടുപ്പത്ത് വെക്കാം. അത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴാണ് നമ്മളുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്ക് ഇടാനുള്ളത്. അതിന് മുന്നായിട്ട് നമുക്ക് നമ്മുടെ ഓറഞ്ചിൻ്റെ ആ ഫ്രൂട്ട് ഉണ്ടല്ലോ, അത് നമുക്ക് ഇതുപോലെ ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. ഇത് ഞാനിപ്പോൾ ഒരു ഓറഞ്ചിൻ്റെ പകുതിയാണ് കേട്ടോ ഇടുന്നത്. 2 ഗ്ലാസ് ചായക്ക് ഒരു ഓറഞ്ചിൻ്റെ പകുതിയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് പിഴിയൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ ഇതിലിട്ടിട്ടുണ്ട്. ഒരു ഓറഞ്ചിൻ്റെ പകുതിയാണ്, കുഞ്ഞ് ഓറഞ്ചാണ്. ഇനി നമുക്ക് തിളക്കാറാകുമ്പോഴത്തേനും ഷുഗർ ഇട്ട് കൊടുക്കാം. ഷുഗറൊക്കെ നമ്മുടെ ആവശ്യത്തിന്. ഇപ്പം ഞാൻ 2 ഗ്ലാസ് ചായക്ക് 1.5 ഈ സ്പൂണിൽ 1.5 ആണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചിലർക്ക് ഷുഗർ കൂടുതൽ വേണം, ചിലർക്ക് കുറവ് വേണം. പലർക്കും പല രീതിയിലാണല്ലോ ചായയിൽ മധുരത്തിനൊക്കെ. അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ നമ്മൾ പഞ്ചസാരയൊക്കെ അതിലിളകി ചായ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചൂടാക്കി വെച്ച ചായല ഇതിലിട്ട് കൊടുക്കാം, ഓറഞ്ചിൻ്റെ തോലിട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് വെട്ടി തിളയ്ക്കുമ്പോഴാണ് നമുക്ക് നമ്മളുടെ ചായയായിട്ട് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിലിടാനായിട്ട് ചെറിയൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയാണുള്ളത്, അത് ഏലക്കായാണ്. ഏലക്കായ ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം, അധികം തിളപ്പിക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ചായ ഉണ്ടാക്കുന്നത്. ഇത് നമ്മൾ അരിച്ച് ഒരു ഗ്ലാസ്സിലോട്ട് എടുക്കുകയാണ്. നല്ല സൂപ്പർ ടേസ്റ്റാണ്, ചുമ്മാ പറയുന്നല്ല കേട്ടോ. ഉണ്ടാക്കി നോക്കുക, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ സാധാരണ ചായ കുടിക്കുന്നതിനേക്കാളും വെറൈറ്റി ആയിട്ട് നമുക്ക് ആസ്വദിച്ച് കുടിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതൊക്കെ നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയിക്കണം കേട്ടോ, കമൻസിൽ അറിയിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഓറഞ്ച് ടീ ഒക്കെ കുടിച്ചിട്ട് വാ. അപ്പോഴേക്കും നമ്മൾ അടുത്ത വീഡിയോ ഒക്കെ റെഡിയാക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു, ബൈ.